Hello, 5th standard Baccals. Welcome to Newtons and welcome to our new English class. Okay? അപ്പോൾ എല്ലാവരും റെഡിയാണ്. നമ്മൾ ഇന്ന് പുതിയൊരു പോയമാണ് പഠിക്കുന്നത്. വളരെ ചെറിയൊരു പോയമാണ്, പെട്ടെന്ന് പഠിച്ചു കേട്ടോ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോയമാണ്. ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ് എന്ന് വെച്ചാൽ ഈ രാത്രി ഉറങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾക്കാരോട് എന്തോ പറയുകയാണ്. അതാണ് ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്. ഓക്കെ, നമ്മുടെ രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യും? കിടന്നുറങ്ങുമല്ലേ. ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാത്രി എന്നാണ് കേട്ടോ. ഈ രാത്രി. ഓക്കെ, ടു നൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയമാണ്. പോയം എഴുതിയേക്കുന്ന ആളുടെ പേര് വിക്രം സേത്ത് എന്നാണ് കേട്ടോ. പോയം എഴുതിയേക്കുന്ന ആളുടെ പേര് എന്താണ്? വിക്രം സേത്ത്. ഓക്കെ, അപ്പോൾ ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ്. അപ്പോൾ എന്താണ് ഉറങ്ങുന്നവരോട് പറയുന്നത് അല്ലെങ്കിൽ ഈ രാത്രി ഉറങ്ങുന്നവരോട് പറയാനുള്ളത് നമ്മുടെ വിക്രം സേത്ത് എന്ന പോയറ്റിന് എന്നാണ് നമ്മൾ ഈ ആൻസറിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പോയത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുക. പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസ, ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്. അതായത് നിങ്ങൾ അല്ലെങ്കിൽ എന്താണ്, നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഈ രാത്രി ഉറങ്ങുകയാണ് അല്ലെ. ആ ഒരു രാത്രി ഉറങ്ങുന്നവരോടാണ് പോയിട്ട് പറയുന്നത്. എന്താ പറയുന്നത്? ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ അരികിൽ നിന്ന് ഒരുപാട് ദൂരെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ജോലി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താണ്, പഠിക്കാനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെയും അതേപോലെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവരെയൊക്കെ വിട്ടുപിരിഞ്ഞ് എന്ത് ചെയ്യേണ്ടി, ദൂരേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ടി വരില്ല. അപ്പോൾ അവരോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അവരെ കാണാനോ സ്നേഹിക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ്, നിങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, നിങ്ങൾ കിടക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അവരെക്കുറിച്ച് ഓർക്കുകയും അല്ലെങ്കിൽ എന്താണ് അവരുമായിട്ടുള്ള ഓരോ മെമ്മറീസ് ഒക്കെ ഓർത്തായിരിക്കും എന്ത് ചെയ്യുക, കിടക്കുക. അപ്പോൾ എന്താണ്, നിങ്ങളുടെ അടുത്ത് അവരാരും ഇല്ല, അവരുടെ ഒരു പ്രസൻസ് ഒന്നുമില്ല, അവരുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾ രാത്രി ഉറങ്ങുക. അപ്പോൾ അങ്ങനെ ഉറങ്ങുന്നവരോടാണ് കണ്ടോ, ഫാർ ഫ്രം ദ വൺസ് യു ലവ്. നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ദൂരെ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, ജോലി ചെയ്യുക എങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ എന്താണ് സിബ്ലിങ്സോ അല്ലെങ്കിൽ എന്താണ് ബ്രദറോ സിസ്റ്ററോ ഒന്നും എന്ത് ചെയ്യില്ല, അടുത്ത് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അങ്ങനെ എന്താണ് ജീവിതം അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുന്ന അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുകയാണ്. ഓക്കെ, നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇവിടെ നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടതും വലതും കൈകളൊന്നും ഇല്ല എന്നല്ല. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങളെ എന്താണ് സമാധാനിപ്പിക്കാൻ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് കേൾക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല, അടുത്ത് കാണില്ല. കാരണം നിങ്ങൾ അവരിൽ നിന്ന് എന്താണ്, ഒരുപാട് ഫാറാണ്, ദൂരെയാണ് നിൽക്കുന്നത് അല്ലേ. കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുക അല്ലേ. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യില്ല, വേറെ ആരും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനോ പ്രശ്നങ്ങൾ കേൾക്കാനോ എന്ത് ചെയ്യില്ല, കാണില്ല. അതാണ് നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇടതും വലതും കൈകളൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് കേട്ടോ. ആൻഡ് എംപ്റ്റിനെസ് എബോവ്, നമ്മളുടെ മുകളിൽ മുഴുവൻ എംപ്റ്റിനെസ് ആയിരിക്കും. എംപ്റ്റിനെസ് മീൻസ് ശൂന്യത. ഇവിടുത്തെ ശൂന്യത എന്ന് പറയുന്നത് സങ്കടമായിരിക്കും അല്ലെ. ഇവിടെ ശൂന്യത എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് സാഡ്നെസ് ആണ് കേട്ടോ, സങ്കടം. അതൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം എന്താണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുമ്പോൾ വിട്ടു നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് സങ്കടം വരും. അപ്പോൾ ആ ഒരു സങ്കടത്തെയാണ് എന്ത് ചെയ്യുന്ന എംപ്റ്റിനെസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കുക, നമ്മുടെ പോയിന്റ് എന്താണ്, നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ വിട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരൊന്നും നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും ആരും കാണില്ല. നമുക്ക് കുറേ വിഷമമൊക്കെ എന്ത് ചെയ്യാം തോന്നും അല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, വിട്ടു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പോയമാണ് എന്ത്, ഈ ഓൾ യു ഹൂ സ്ലീപ് ടു നൈറ്റ് എന്ന് പറഞ്ഞ കേട്ടോ. ഈ 4 ലൈൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്ത 4 ലൈൻസ്, ഈ ഒരു 4 ലൈൻസും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, പോയം കഴിയും. വളരെ ചെറിയ പോയമാണ്. ഇനി അവർക്കൊരു ആശ്വാസം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്ന രീതിയിലാണ് പോയിട്ട് അടുത്ത 4 ലൈൻസ് പറയാം. ആദ്യം പോയിട്ട് പറഞ്ഞ കറക്റ്റ് ആണല്ലേ. കാരണം എന്താണ്, ഇപ്പൊ അവരുടെ അടുത്ത് ആരുമില്ല, മൊത്തം എംപ്റ്റിനെസ് ആണ്, ശൂന്യതയാണ്, സാഡ്നെസ് ആണ് അവരുടെ ജീവിതത്തിൽ എന്നൊക്കെ പറയാണ്. കാരണം നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇടതും വലതും കൈകളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരെ കൺസോൾ ചെയ്യാൻ, ആശ്വസിപ്പിക്കാനും ആരുമില്ല. പക്ഷേ ഇനി അവർക്ക് ആശ്വാസമാകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, അടുത്ത 4 ലൈൻസ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോ, നോ ദാറ്റ് യു ആർ ഇൻ അലോൺ. അറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഞാനായാലും വീട്ടിൽ നിന്നൊക്കെ മാറിയാ നിൽക്കുന്നത്. അപ്പോൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ പാരൻസും അല്ലെങ്കിൽ ബ്രദറും ഒന്നും അടുത്തില്ലാത്തതിന്റെ വിഷമം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ലെ, എന്നെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പേര് കാണും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന 4 വരിയാണിത് അല്ലെ. നോക്കിക്കോ, നോ ദാറ്റ് യു ആർ ഇൻ അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കാം. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്.
ഈ മുഴുവൻ ലോകവും നിങ്ങളുടെ എന്ത് ചെയ്യുന്നു, കണ്ണുനീര് ഷെയർ ചെയ്യുന്നു എന്നല്ല, നിങ്ങളുടെ എന്താണ് ദുഃഖത്തിൽ പങ്കുചേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോവാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോവാണ്, അവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേര് കാണില്ലേ, ഒരുപാട് ഫ്രണ്ട്സ് കാണില്ലേ, അവരോട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാം. അവരെന്ത് ചെയ്യും, നല്ല നല്ല സൊല്യൂഷൻസ്, പരിഹാരങ്ങളൊക്കെ എന്ത് ചെയ്യും, കണ്ടെത്തും അല്ലേ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്ത് ചെയ്യുക, അവരുമായിട്ട് എന്ത് ചെയ്യുക, അവരുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, അവരുമായിട്ട് എന്ത് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. അല്ലാതെ വിഷമിച്ചിരിക്കരുത് കേട്ടോ. അതാണ് നമ്മുടെ പോയിന്റ് പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് ചുറ്റും എന്താണ്, നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനുള്ള സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു തരാനും ഒരുപാട് ആൾക്കാരുണ്ട്. നോക്കിക്കോ, some for 2 nights or 1, some for all their years എന്ന് വെച്ചാല് ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു ലോകം മുഴുവൻ എന്ത്, നിങ്ങളുടെ ആ ഒരു വിഷമം, ഷെയർ യുവർ ടേഴ്സ് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ആ ഒരു സാഡ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേര് കാണും. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സങ്കടമൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സൊല്യൂഷൻസ് അവരെന്ത് ചെയ്യും, പറഞ്ഞുതരും. സം ഫോർ 2 nights or 1, അല്ലെങ്കിൽ ചിലവരെന്താണ്, ഒരു രാത്രി, 2 രാത്രി, 1 രാത്രിയൊക്കെ ആയിരിക്കും. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ് അല്ലേ. നമുക്ക് ചിലപ്പോൾ എന്താണ്, ചിലരെന്ത് ചെയ്യും, നമ്മളോടൊപ്പം 1 രാത്രിയോ 2 രാത്രിയൊക്കെ കാണത്തുള്ളൂ. അതായത് എന്താണ്, കുറച്ച് നേരം മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതേപോലെ എന്താണ്, ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്, നമ്മളുടെ ആ ഒരു വർഷം മുഴുവൻ അല്ലെ നമ്മളോടൊപ്പം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്താണ് സങ്കടങ്ങളും അതേപോലെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് ആരോടാ പോയിട്ട് പറയുന്നത്, നമ്മളുടെ ഇഷ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ എന്താ ഒരുപാട് ദൂരെ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്നൊക്കെ എന്താണ് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ അവരോടാണ് എന്ത് ചെയ്യുക, പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക അല്ലെ. എന്താണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഈ മുഴുവൻ ലോകവും ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പേരൊക്കെ എന്ത് ചെയ്യും, കുറച്ച് നേരമൊക്കെ നമ്മളോടൊപ്പം കാണും. പക്ഷേ എന്നാൽ നമ്മുടെ വർഷം മുഴുവൻ അല്ലെ നമ്മളോടൊപ്പം എപ്പോഴും കാണുന്ന കുറേ പേര് കാണും. അവരോടൊപ്പം എന്ത് ചെയ്യുക അല്ലെ, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും കൂടി പറയാം, ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എന്താണ്, ഈ രാത്രി കിടന്നുറങ്ങുന്ന എല്ലാവരെയും പോയിട്ട് അഡ്രസ്സ് ചെയ്യാണ്. അതായത് എന്താണ്, ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്നവരെ അവരുടെ ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് വളരെ അകലെ അല്ലെ, ദൂരെ മാറി നിന്നും. അപ്പോൾ അവരെ എന്താണ് ആശ്വസിപ്പിക്കാൻ ഇടതും വലതും കൈകളൊന്നും ഇല്ല എന്ന് വെച്ചാൽ എന്താണ്, അവരെ ആശ്വസിപ്പിക്കാൻ എന്താണ്, ആരും കൂടെ ഇല്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. ആൻഡ് എംപ്റ്റിനെസ് എബോവ്, മുകളിൽ ഇങ്ങനെ എംപ്റ്റിനെസ് ആണ്, ശൂന്യതയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സാഡ്നെസ് അല്ലെ, വിഷമമാണ് അല്ലെ, ആ ഒരു സങ്കടം. കാരണം എന്താണ്, പ്രിയപ്പെട്ടവരെ എന്താണ് വിട്ട് പിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മനസ്സിൽ സങ്കടം വരും. അപ്പൊ അങ്ങനെയുള്ളവരോട് പോയിട്ട് ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും എന്തല്ല, ഒറ്റയ്ക്കല്ല, ഒരുപാട് ആൾക്കാർ എന്താ നിങ്ങളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനുണ്ട്. കുറച്ച് പേരൊക്കെ എന്ത് ചെയ്യും, കുറച്ച് നേരത്തേക്ക് കാണും. പക്ഷെ എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് കാണും, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും അതേപോലെ എന്താണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ കണ്ടെത്തി തരാനും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ പോയം. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാണ്. നോക്കിക്കോ, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്. അതായത് സിമ്പിൾ ചോദ്യം. ഞാൻ എഴുതിയേക്കുന്നത് എന്താണ്, ആരോടൊപ്പമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എന്താണ് സ്ലീപ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ ആഗ്രഹം എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യത്തേത്. ഐ വിഷ് ടു സ്ലീപ്പ് വിത്ത് മൈ പാരൻസ്. എന്താണ്, എനിക്ക് എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ എന്താ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങാനാണ് ആഗ്രഹം എന്നാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കി, ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. എന്താണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അല്ലെ, ലവ്ഡ് വൺസിൽ നിന്ന് എന്ത് ചെയ്യുമ്പോൾ, ദൂരെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോൾ. നോക്കി, പീപ്പിൾ ഫീൽ സാഡ് ആൻഡ് ലോൺലി അല്ലെ. എന്താണ്, ആളുകൾക്ക് എന്ത് ചെയ്യും, സാഡ് വിഷമവും അതേപോലെ എന്താണ് ഒരു ഒറ്റപ്പെടലും എന്ത് ചെയ്യും, തോന്നും അവരെന്ത് ചെയ്യുമ്പോൾ, അവരുടെ ലവ്ഡ് വൺസ് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ. രണ്ട് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, why does the poet say you are not alone? Important question അല്ലെ. എന്തുകൊണ്ടാണ് പോയിട്ട് പറയുന്നത് നിങ്ങൾ എന്തല്ല, ഒറ്റയ്ക്കല്ല എന്ന്? എന്തുകൊണ്ടാ? he is trying to say that there is always someone who is loving, കെയറിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് അസ് അല്ലെ. നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിലല്ല, കറക്റ്റ് ആയിട്ടുള്ള സത്യവും അത് തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മളെ എന്താണ് സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മളെ നോക്കാനും ഒക്കെ ഒരാൾ എപ്പോഴും എന്ത് ചെയ്യും, കാണുമല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഒരു കാര്യമില്ലെന്നല്ല, ഒരു കാര്യത്തിലും വിഷമിക്കണ്ട. നമ്മളോടൊപ്പം എന്ത് ചെയ്യും, എപ്പോഴും ഒരാൾ കാണും കേട്ടോ. ഒരു കാര്യമില്ലെന്നല്ലേ. ഓക്കെ, എന്ത് ചെയ്യാം, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എപ്പോഴും എന്ത് ചെയ്യും, ആരെങ്കിലും ഒക്കെ കാണും കേട്ടോ. Then the whole world is around us to share our sadness and tears അല്ലെ. നമ്മളുടെ എന്താണ് സങ്കടമൊക്കെ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സങ്കടം ആരോടൊക്കെ പറയാൻ നമ്മുടെ ചുറ്റും എന്താ ഒരുപാട് ആൾക്കാർ, ഈ ഹോൾ വേൾഡ്, ഈ ലോകം മുഴുവൻ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ കാണും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ ഒരിക്കലും എന്തല്ല, ഒറ്റയ്ക്കല്ല. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഓക്കെ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ പോയം.
ഈ പോയതിന്റെ തീം നമുക്ക് മനസ്സിലായല്ലേ? എന്താണ്? നമ്മളൊരു ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ വേറെ പോയം എന്താണ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ലോൺലിനെസ് എന്ന് കൊടുക്കാം. നമ്മുടെ പോയതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു? ഓൾ യു ഹൂ സ്ലീപ് ടുനൈറ്റ്. എഴുതാരാ? വിക്രം സേത്ത്. അപ്പൊ അതിന് ഈ ഒരു പോയതിന്റെ തീം വെച്ചിട്ട് വേറെ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റപ്പെടൽ, ലോൺലിനെസ് അല്ലെ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരോടല്ലേ പറയാ? അതെ. അപ്പൊ എന്ത് ചെയ്തു? ലോൺലിനെസ് എന്ന് കൊടുത്തു. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് എ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റൈമിംഗ് വേർഡുകൾ കണ്ടെത്തുക. പരീക്ഷയ്ക്ക് എപ്പോഴും ലൈൻസ് തന്നിട്ട് റൈമിംഗ് വേർഡ്സ് എഴുതാൻ ചോദിക്കുന്നതാണ്, നോക്കണം കേട്ടോ. ഇവിടെ ഉപയോഗിക്കുന്ന ഏതൊക്കെയാ? ലവ്, എബവ്, അതേപോലെ ഇയേഴ്സ്, ടിയേഴ്സ്. ഓക്കെ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അടുത്ത ഒരു ആക്ടിവിറ്റി ആണ്, ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം കേട്ടോ. നോ ദാറ്റ് യു ആർന്റ് അലോൺ. വാട്ട് ഡസ് ദ ലൈൻ മീൻ? അപ്പൊ എന്താണ്? ഇതിലൊരു ലൈനാണ്, നമ്മൾ സെക്കൻഡ് സ്റ്റാൻസിൽ കണ്ടൊരു ലൈനാണ്. നോ ദാറ്റ് യു ആർന്റ് അലോൺ. അറിയുക, നിങ്ങൾ എന്തല്ല? ഒറ്റയ്ക്കല്ല. എന്താണ് ഈ വരി ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ദ ലൈൻ മീൻസ് ദാറ്റ് ദേർ ആർ അതർ പീപ്പിൾ. കണ്ടോ? നമ്മൾ എന്താണ്? അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും വേറെ ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് ചെയ്യാൻ? ഹു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സപ്പോർട്ട് യു ഈവൻ ഇഫ് യു ഫീൽ ലോൺലി. നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ, എന്തെങ്കിലും ഒരു സങ്കടം തോന്നുകയാണെങ്കിൽ അല്ലെ, ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ തോന്നുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും, നിങ്ങളെ ഒന്ന് പിന്തുണ നൽകാനും അല്ലെ, നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ റിമൈൻഡർ ദാറ്റ് യു ഹാവ് പീപ്പിൾ ഹു കെയർ അബൌട്ട് യു ഈവൻ തിങ്സ് സീം ഡിഫിക്കൾട്ട്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ആവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങളെ എന്താണ്? കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും എന്ത് ചെയ്യും? ആൾക്കാരുണ്ടാവും എന്നൊരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്താ ഈ ഒരു വരി. കണ്ടോ? നോ ദാറ്റ്, അറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല അല്ലെ? മാറി നിന്നുകൊണ്ട് വിഷമിക്കണ്ട അല്ലെ? ഒരുപാട് ആൾക്കാർ എന്താ? നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു വരി എന്ത് ചെയ്യുക? മനസ്സിലങ്ങ് പതിപ്പിക്കുക കേട്ടോ. നോ ദാറ്റ് യു ആർന്റ് അലോൺ. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആ ഒരു രണ്ട് സ്റ്റാൻസയും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, പോയം അടിപൊളിയായിട്ട് വായിക്കണം കേട്ടോ. ദെൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ.